ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നോവേറ്റീവ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ടെമ്പിളിൻ്റെ മുമ്പിലുള്ള സോമശേഖരൻ സാറിൻ്റെ പ്രോജക്റ്റിന് മുമ്പിലാണ്. സോമശേഖരൻ സാറ് ഇന്നോവേറ്റിനെ സമീപിക്കുന്നത് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലെ റെസ്റ്റ് ലൈഫിന് വേണ്ടി ഒരു വീട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ സമീപിക്കുന്നത്. സാറിൻ്റെ റിക്വയർമെൻറ്റ് ഇന്നോവേറ്റിൻ്റെ ആർക്കിടെക്റ്റുമായി ഡിസ്കസ് ചെയ്യുകയും ആർക്കിടെക്റ്റിലെ ഡിസ്കഷന് ശേഷമുള്ള ആർക്കിടെക്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും ആ പ്ലാനിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഡിസൈൻ സാറിന് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഡിസൈൻ സാർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വളരെ സ്ഥലപരിമിതിയുള്ളൊരു പ്ലോട്ടായിരുന്നു സാറിൻ്റെ പ്ലോട്ട്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ടിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലായിരുന്നു നമുക്ക് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പ്ലാൻ വരയ്ക്കുകയും വളരെ അധികം ഭംഗിയായിട്ടൊരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യുകയും ആ ഡിസൈൻ സാറിന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നോവേറ്റിൻ്റെ ബഡ്ജറ്റ് ഹോം എന്ന സ്പെസിഫിക്കേഷനാണ് സാർ ചൂസ് ചെയ്തത്. ബഡ്ജറ്റ് ഹോമിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള പ്രോജക്റ്റാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീടിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് വാല്യൂ വന്ന് 25 lakh rupees, ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ വർക്ക്സ് ഉൾപ്പെടെയാണ് 25 lakh വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വന്ന് 1430 സ്ക്വയർ ഫീറ്റാണ്. ഞാൻ ആ വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റിലെ വരുന്നത് ഒരു ലോങ് സിറ്റ് ഔട്ടാണ്. ലോങ് സിറ്റ് ഔട്ട് നേരെ ഒരു ലിവിംഗ് ഹാളിലാണ്, ഒരു ഭംഗിയായ ലിവിംഗ് ഹാളിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ലിവിംഗ് ഹാളിൽ നേരെ ഡൈനിങ് ഹാൾ ഏരിയയിലോട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞൊരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്. മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഒരു മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ ഒരു കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചൺ പ്ലസ് ഒരു വർക്ക് ഏരിയ നമുക്ക് ഈ പ്ലാനിൽ ഗ്രൗണ്ട് ഏരിയയിൽ വരുന്നുണ്ട്. ഇനി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലൊരു ചെറിയൊരു ഫാമിലി ലിവിംഗ് ഹാളുണ്ട്. ഫാമിലി ലിവിംഗ് വന്ന് 2 മാസ്റ്റർ ബെഡ്റൂം കൂടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അവിടെ നിന്ന് ഒരു ബാൽക്കണിയിലോട്ട്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബാൽക്കണിയിലോട്ട് നമുക്ക് എൻട്രി വരുന്നുണ്ട്. വളരെ ഈവനിങ് ടൈമിൽ വളരെ റെസ്റ്റിംഗ് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് ആ ഒരു ബാൽക്കണി. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യണമെന്നാണ് സോമശേഖരൻ സാർ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തത്. അതിനനുസരിച്ച് നമ്മൾ സൈറ്റിൽ വരികയും സൈറ്റിലെ മെഷർമെൻറ്റ്സ് എടുക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സോയിൽസിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയും അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്തു. വളരെ ഹാർഡായിട്ടുള്ളൊരു സോയിലാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയ റിസൾട്ടിൽ. വളരെ ഹാർഡായിട്ടുള്ളൊരു സോയിലാണ് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോഴും തന്നെ നമ്മൾ സ്ട്രക്ചറൽ ടീംസ് എല്ലാം ഡിസ്കസ് ചെയ്തു. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബേസ്മെൻറ്റ് സ്ട്രക്ചറാണ് നമ്മളിവിടെ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് റാൻഡം റബിൾ മേസൺട്രിയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് എർത്ത് വർക്ക് 70 സെൻറ്റിമീറ്ററോളം ഡെപ്തിലും 60 സെൻറ്റിമീറ്ററോളം വിഡ്ത്തിലും നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുകയും അതിൽ റാൻഡം റബിൾ മേസൺട്രിയുടെ വർക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. റാൻഡം റബിൾ മേസണറി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 45 സെൻറ്റിമീറ്റർ ഹൈറ്റിന് ബേസ്മെൻറ്റ്, അതായത് നമ്മുടെ റോഡ് ലെവലിൻ്റെ അതേ ലെവലിൽ ബേസ്മെൻറ്റ് ഹൈറ്റ് കൊടുക്കുകയും അതിൻ്റെ മുകളിൽ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്ത് ആ ബേസ്മെൻറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി അടുത്തത് സൂപ്പർ സ്ട്രക്ചേഴ്സാണ്. സൂപ്പർ സ്ട്രക്ചേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തത് സോളിഡ് ബ്ലോക്കിനെയാണ് നമ്മൾ യൂസ് ചെയ്തത്. വോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സോളിഡ് ബ്ലോക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. 6 ഇഞ്ചിൻ്റെ സിമെൻറ്റ് ബ്ലോക്ക്, അതായത് 6 ഇഞ്ച് തിക്നെസ്സാണ് ആ സോളിഡ് ബ്ലോക്കിനുള്ളത്. ആ സോളിഡ് ബ്ലോക്ക് യൂസ് ചെയ്താണ് ഈ വീടിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ സ്ട്രക്ചർ വാൾസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ സോളിഡ് ബ്ലോക്ക് യൂസ് ചെയ്താണ്. വിൻഡോ ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്തത് വയലറ്റാണ്. വയലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടഡ് വുഡാണ്. ഈ ഇമ്പോർട്ടഡ് വുഡിന് വളരെയധികം വാലിഡിറ്റിയും വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വുഡാണ് നമ്മൾ ഇവിടെ എല്ലാ വിൻഡോ ഫ്രെയിംസിനും ഡോർ ഫ്രെയിംസിനും നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത് ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് ഡോർ ആൻഡ് ഫ്രെയിംസ് നമ്മൾ മെയിനായിട്ട് സാറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരവും നമ്മൾ മെയിനായിട്ട് നമ്മുടെ സ്പെക്കിലുള്ളതും ഈ തേക്ക് വുഡാണ്. തേക്ക് വുഡ് വളരെ നല്ലൊരു കണ്ടീഷനായിട്ടുള്ളൊരു തേക്ക് വുഡാണ് ഇവിടെ യൂസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ഡോറും. വളരെ വളരെ ഒരു കണ്ടംപററി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഫ്രണ്ട് ഡോറിനും ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സോളിഡ് ബ്ലോക്ക് നമ്മൾ 2 ton ഹൈറ്റ് വരെ കെട്ടുകയും അതുപോലെ തന്നെ ലിൻഡൽ സൺഷെയ്ഡ് കൊടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ 80 സെൻറ്റിമീറ്റർ ഹൈറ്റിന് ബ്ലോക്ക് വർക്ക് ചെയ്യുകയും റൂഫ് സ്ലാബ് ഇടുകയാണ് ചെയ്തത്. ഇതിൽ യൂസ് ചെയ്ത സ്റ്റീൽ
നമ്മൾ ISI മാർക്കുള്ള TMT സ്റ്റീൽസാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തത്. വളരെ ക്വാളിറ്റിയുള്ള റസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീൽസാണ് നമ്മൾ ഈ കോൺക്രീറ്റിനും അതുപോലെ തന്നെ ഷെയ്ഡിനും ലിൻഡലിനും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ISI ടൈപ്പ് സ്റ്റീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സൺലൈറ്റ് അവൈലബിലിറ്റി കിട്ടുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മുകളിൽ കാണുന്ന ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലെ മേൽ ബാൽക്കണി അതിൽ പർഗോള പർഗോള ബീംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ യൂട്ടിലിറ്റി ചെയ്യാനാണ്. അതുമാത്രവുമല്ല സ്റ്റെയർ കേസ്, അതായത് നമ്മൾ ഹോളിൽ നിന്ന് മേളിലോട്ട് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് റൂഫിൽ അത് പർഗോള യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പർഗോള സൺലൈറ്റിൻ്റെ പെർമിബിലിറ്റി വരാനായിട്ട് പോളിത്തീൻ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12 mm ഗ്ലാസും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിസൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല രാവിലെ എണീക്കുമ്പോഴൊക്കെ ഈ സൺലൈറ്റ് വരുമ്പോഴത്തേക്ക് ഈ പോളിത്തീൻ ഷീറ്റും ഈ ഗ്ലാസ്സിൽ കൂടെയും പെർമിബിലിറ്റി കൂടി വരുമ്പോഴത്തേക്ക് ഒരു മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പ്രത്യേക പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ 3D എലിവേഷൻ ഓൾറെഡി ഫൈനൽ ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ് സാറിന് ചൂസ് ചെയ്തത്. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനാണ് സോമശേഖരൻ സാറ് ഇതിനു വേണ്ടി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ വളരെ സിമ്പിളും വളരെ ഹമ്പിളുമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള പിൻ വർക്കും ബോക്സ് വർക്കും ഷെയ്ഡിൽ നിന്നുള്ള പ്രൊജക്ഷനും കണ്ടംപററി രീതിയിൽ ഫീൽ ചെയ്യുന്ന ലുക്ക് കിട്ടുന്ന എലിവേഷനും കാര്യങ്ങളുമാണ് നമ്മൾ സാറിന് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പില്ലറുകൾക്ക് ക്ലാഡിൻ ടൈൽസിൻ്റെ ഓരോ ലുക്ക് കൊടുക്കുകയും അതിന് ലുക്കിന് വേണ്ടിയിട്ട് ക്ലാഡിൻ ടൈൽസ് ഹാഫ് ലെവൽ വരെ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. വളരെ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടംപററി രീതിയാണ് ഈ വൈക്കം കോട്ടയം പ്രോജക്റ്റിൽ നമ്മൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്തതും. വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് ഈ ഒരു എലിവേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടംപററി മോഡലാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇവിടെ ടൈൽസിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ജോൺസൺ ആൻഡ് ജോൺസൺ ടൈൽസാണ്. ഡബിൾ ചാർജ്ഡ് ടൈൽസാണ് ഇവിടെ മെയിൻ കോമൺ ഏരിയാസിൽ എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ക്വാളിറ്റി കൂടിയ ഒരു ഡബിൾ ചാർജ്ഡ് ജോൺസൻ്റെ ബ്രാൻഡിലുള്ള ടൈൽസാണ് ഇവിടെ നമ്മൾ എല്ലാ കോമൺ ഏരിയാസിലും ബെഡ്റൂംസിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൽ നമ്മൾ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഗാലക്സി സ്ലാബും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിലെല്ലാം ഗാലക്സിയുടെ ഗ്രാനൈറ്റ് സ്ലാബുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള സ്ക്രാച്ച് വീഴാത്ത ടൈപ്പ് ടൈൽസാണ് ഇവിടെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂംസ് ഇവിടെ എല്ലാ ബാത്റൂംസിലും സെയിം കളർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൈൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ജോൺസൺ ആൻഡ് ജോൺസൺ ബ്രാൻഡായിട്ടുള്ള ടൈൽസാണ് എല്ലാ ബാത്റൂമിലത്തേക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് അതിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റം നല്ല രീതിയിൽ ഭംഗി കിട്ടാനായിട്ട് ഇവിടെ ഇൻ്റർലോക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കാര്യം ഇപ്പോഴത്തെ കാലത്ത് വെള്ളത്തിൻ്റെ ഷോർട്ടേജും അതുപോലെ തന്നെ കിണറിൽ വെള്ളമില്ലായ്മയൊക്കെ വളരെ അധികം പ്രതിസന്ധി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുറ്റം ഭംഗിയാവാനും അതുപോലെ തന്നെ മഴവെള്ളവും ഒക്കെ ഭൂമിയിൽ ഇറങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർലോക്കാണ് നമ്മളിവിടെ മുറ്റം ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളവും അത് തന്നെ ഭൂമിയുടെ ആ ഒരു തനിമയെല്ലാം നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ മുറ്റങ്ങൾ കാത്തു സൂക്ഷിച്ച് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈനിൽ അതേ പാറ്റേണിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ് പാറ്റേണാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വൈറ്റും ഓഫ് വൈറ്റാണ് നമ്മൾ ഈ വീടിന് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ കളർ പെയിൻറ്റാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രൗൺ കളർ പെയിൻറ്റും ഈ ഓഫ് വൈറ്റും അതുപോലെ തന്നെ വീടിനകത്ത് പ്രൊവൈഡ് ചെയ്ത എല്ലാ ടൈപ്പ് പെയിൻറ്റും ഏഷ്യൻ ബ്രാൻഡിൻ്റെ പെയിൻറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ എമൽഷനും പോളിഷും എല്ലാ കാര്യങ്ങളും ഏഷ്യൻ്റെ ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ച് നോക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ലിവിങ് ഏരിയയിലാണ്. ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ ഭംഗിയായിട്ട് തന്നെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് സ്ക്രബ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയും. ഒരു സിമ്പിളായിട്ട് ചെറിയ രീതിയിലൊരു വാഷ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ 2 ബെഡ്റൂമാണ് നമുക്കുള്ളത്. 2 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം. 2 ബെഡ്റൂമിലും കിങ് സൈസിൽ വാൾഡ്രോബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബിൾ വർക്ക് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡാണ്. മറൈൻ പ്ലൈവുഡിൽ ഓട്ടോമാറ്റിക് പെയിൻറ്റ് യൂസ് ചെയ്താണ് വാൾഡ്രോബിൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്, 2 ബെഡും മഹാഗണിയിലാണ്, മഹാഗണി വുഡിലാണ് 2 ബെഡും ചെയ്തേക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഫാൾ സീലിംഗ്, 2 ബെഡിലും യൂസ് ചെയ്യുന്ന ഫാൾ സീലിംഗ് ജിപ്സം ബോർഡിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്, എല്ലായിടങ്ങളിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റെയർ കേസിൻ്റെ പോർഷൻ്റെ ബാക്കിലായിട്ട് തന്നെ ഡാർക്ക് യെല്ലോ പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ തന്നെ കർട്ടൻ്റെ വർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർട്ടൻ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള അതിൽ ചെറിയൊരു ഷെയ്ഡ് വരുന്ന കർട്ടനാണ് ഇവിടെ എല്ലാ വിൻഡോസിലും കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പോർഷൻ ഒരു ഓവൽ ഷേപ്പിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഈ ലിവിങ് ഏരിയയിലെ സ്റ്റെയർ കേസിൻ്റെ ടോപ്പായിട്ട് ഒരു നല്ലൊരു പർഗോള തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനി ഇലക്ട്രിക്കൽ കുറിച്ച് പറയാം. ഇലക്ട്രിക്കൽ വർക്ക് ഇവിടെ എല്ലാ ഫിറ്റിങ്സും ലഗ്രൻ്റെ ഫിറ്റിങ്സാണ്. വയറിങ് ഫിനോലെക്സ് ആണ്. നമ്മുടെ സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഹിൻഡ് വെയറാണ്. ക്ലോസറ്റ് എല്ലാം സെറേഡയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം സ്റ്റെയർ കേസിൻ്റെ ഈ പോർഷൻ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത്. വളരെ നല്ല ഒരു ഡിസൈനിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ഹാൻഡ് റെയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു അട്രാക്റ്റീവായിട്ട് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിലായിട്ട്. ബാൽക്കണിയിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു പർഗോള ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഓപ്പൺ ടെറസ്, ഈ വീടിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചെറിയൊരു ഓപ്പൺ ടെറസ് നമുക്ക് കാണാൻ കഴിയും. ഓപ്പൺ ടെറസിൽ നിന്നും MS-ൻ്റെ ഒരു സ്റ്റെയർ കേസ് നമ്മുടെ ടോപ്പ് ടെറസിലോട്ട് പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തേക്കുന്ന ഒരു പോർഷനിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ലിവിങ്ങും പ്ലസ് ഡൈനിങ്ങും ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കമ്പയർ ചെയ്താണ് ഈ വീട്ടിൽ ചെയ്തേക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഫസ്റ്റ് എൻട്രി കയറി മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ ഒരു 4-5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു സോഫ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ വളരെ നല്ല രീതിയിൽ തന്നെ 4 പേർക്ക് വളരെ സഫിഷ്യൻ്റായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്കിലായിട്ട് ഒരു വാഷ് ഏരിയ സ്ക്രബ് നമുക്ക് കാണാൻ കഴിയും. ആ മോഡൽ ഭിത്തിയിൽ കൺസിൽഡ് ആയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. കോർണറിലായിട്ട് ഒരു TV യൂണിറ്റ് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ട് തന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഈ സ്ഥല പരിമിതിക്കുള്ളിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എൻ്റെ ബാക്കിലായിട്ട് ഡാർക്ക് യെല്ലോ പെയിൻറ്റിംഗ് ആണ് സ്റ്റെയർ കേസിൻ്റെ പോർഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സോഫ സെറ്റിൻ്റെ ബാക്കിലായിട്ട് ഡാർക്ക് ഗ്രീനിഷ് ആണ് പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുതന്നെ ആയിരിക്കാം ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഇത്രയും ഒരു ഫീല് കിട്ടാനും അതായിരിക്കും കാരണം. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഒരു ചെറിയൊരു രീതിയിൽ ഒരു മോഡുലാർ കിച്ചൺ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്നാൽ സിമ്പിളായിട്ടാണ് ഒരു മോഡുലാർ കിച്ചൺ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിന് യൂസ് ചെയ്തേക്കുന്ന പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡാണ്. മറൈൻ പ്ലൈവുഡിൽ ഓട്ടോമാറ്റിക് പെയിൻറ്റിങ് ഫിനിഷിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ ഷെൽഫുകളും ഹോബും ഒക്കെയാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തെടുത്തേക്കുന്നത്. ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽസും ഹിൻഡ് വെയറാണ്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ഡയറക്റ്റായിട്ട് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ ഈ വീട്ടിൽ. ഒരു വളരെ നല്ല ഒരു ഫ്രീ ആയിട്ട് 3-4 പേർക്ക് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു വർക്ക് ഏരിയ ക്രിയേറ്റ് ചെയ്യും.
8ാമത്തെ വയസ്സിൽ കേരളം വിട്ട് ബോംബെക്ക് പോയി. അവിടെ പഠിപ്പെല്ലാം അവിടെ കഴിഞ്ഞ് അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് നടത്തി 60 കൊല്ലം അവിടെ ജീവിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി നാട്ടിലേക്ക് വരാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് ഇവിടെ അളിയൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ജനം ടി വിയിൽ കണ്ട് ബഡ്ജറ്റ് ഹോം കണ്ടിട്ട് ആ അഡ്രസ്സിൽ ടെലിഫോൺ നമ്പറിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്താണ് അവർ വീട്ടിൽ വന്നു, സ്ഥലം കണ്ടു, പ്ലാൻ തന്നു, പ്ലാൻ അപ്രൂവായി. ഞാൻ ഈ കോൺട്രാക്റ്റ് ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്തു. അവർ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡാണ്. അവരുടെ കോപ്പറേഷൻ കൊണ്ടാണ് ഇത്ര പെട്ടെന്നായതും. ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കീ ഞങ്ങളുടെ കയ്യിൽ തന്നു. ഇന്നോവേറ്റ് ടീമിനോട് മനസ്സിനിണങ്ങിയ ഒരു വീടുണ്ടാക്കി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ ഇഷ്ടപ്രകാരം ഉള്ള വീടാണിത്. നല്ല വീടാണ്. ഇന്നോവേറ്റ് ടീമിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതേപോലുള്ള എല്ലാ പ്രോജക്റ്റുകളും ഓൾ കേരള നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റേതായ സപ്പോർട്ട്, വളരെ വ്യക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിൽ നിന്നായാലും, ഞങ്ങളെ അക്കൗണ്ടിങ് ടീമിൽ നിന്നായാലും, നമ്മളെ പ്രോജക്റ്റ് ടീമിൽ നിന്നായാലും, നമ്മളെ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗിൽ നിന്നായാലും എല്ലാ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കൂട്ടായ്മയായിട്ടുള്ളൊരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രോജക്റ്റുകളും നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റുകളെല്ലാം ഫിനിഷ് ചെയ്യാൻ കഴിയുന്നത്. ഞാനിനി ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അറൗണ്ട് 15+ സൈറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അറൗണ്ട് 15 നമ്പേഴ്സ് ഓഫ് സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. നമുക്ക് സൈറ്റ് പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ട്, പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡ്രാഫ്റ്റിംഗ് ടീമുണ്ട്, ഡിസൈനിങ് ടീമുണ്ട്. അതുകൂടാതെ നമുക്ക് ആർക്കിടെക്ട് 2 പേരുണ്ട്. അതുകൂടാതെ അക്കൗണ്ടിങ് ടീം, എസ്റ്റിമേഷൻ ടീം. ഇത്രയാണ് നമ്മുടെ ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്ത്ത്. അതുകൂടാതെ നമുക്ക് ഓൺ ലേബേഴ്സായിട്ട് 250+ ഓൺ ലേബേഴ്സ് ഉണ്ട്. നമ്മൾ ഇന്നോവേറ്റീവ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഓൾ കേരള ബേസിസിലാണ് പ്രോജക്ട്സ് ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റണ്ണിങ് പ്രോജക്ട്സ് ഉണ്ട്. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ലൊക്കേഷനിലും ഇൻഡിവിജ്വലായിട്ടുള്ള റണ്ണിങ് പ്രോജക്ട്സ് നമുക്കുണ്ട്. ഇനി ഞങ്ങളൊരു ഇന്നോവേറ്റീവ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ സമീപിച്ചാൽ, ഒരു കസ്റ്റമർ സമീപിച്ച് കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു കസ്റ്റമർ സമീപിക്കും, ഫസ്റ്റിലേ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ സൈറ്റ് അല്ലെ കസ്റ്റമറിൻ്റെ സൈറ്റ് ഞങ്ങൾ പ്ലോട്ട് എഞ്ചിനീയറിംഗ് ടീം വന്ന് വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പ്ലോട്ട് മെഷർ ചെയ്യും. പ്ലോട്ട് മെഷർ ചെയ്തിട്ട് പ്ലോട്ടൊന്ന് വാല്യുവേറ്റ് ചെയ്യും ഞങ്ങൾ എഞ്ചിനീയറിംഗ് ടീം. അത് കഴിഞ്ഞ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സും ബഡ്ജറ്റും ഡിസൈൻസിൻ്റെ ഒരു സജഷനും എല്ലാം ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം റിക്വയർമെൻ്റ് എടുത്ത് ഞങ്ങൾ ആർക്കിടെക്ട് ഒരു ബേസിക് പ്ലാൻ തയ്യാറാക്കും. ആ ബേസിക് പ്ലാൻ തയ്യാറാക്കി ക്ലയൻറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അത് ക്ലയൻറ്റിന് അതിലെ ഒരുപാട് സജഷൻസൊക്കെ ഉണ്ടാവും. ഫാമിലി ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞൊരു 2-3 ഓപ്ഷൻ പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ പ്ലാനിൽ ഒരെണ്ണം ഫൈനലൈസ് ആവും. ഇഷ്ടപ്പെട്ടൊരു പ്ലാൻ ഫൈനലൈസ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് ഫോർവേഡ് ചെയ്യും. ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കസ്റ്റമറുടെ സജഷൻ അനുസരിച്ച് ഡിസൈനിങ്ങിൻ്റെ ഡിസൈനിൻ്റെ കഴിവനുസരിച്ച് നല്ലൊരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്യും. മേ ബി അതും ചിലപ്പോൾ 1 or 2 or 3 ഡിസൈൻസ് മേ ബി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിലേതെങ്കിലും ഒരു ഡിസൈൻ നല്ല കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിലോട്ട് വരും. വന്നതിന് ശേഷം ആ പ്ലാനും ഡിസൈനും ഫൈനലൈസ് ആയതിനു ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ എസ്റ്റിമേഷൻ ടീം അത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സ് ചോദിക്കും. ഞങ്ങൾക്ക് ഇന്നോവേറ്റീവ് ഡിസൈനേഴ്സ് ബിൽഡേഴ്സിന് 5 റേറ്റ്സ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. 1 ഈസ് ബഡ്ജറ്റ് ഹോം, 2nd one ഈസ് സെമി എക്കണോമിക്കൽ ഹോം, 3rd one ഈസ് എക്കണോമിക്കൽ ഹോം, 4th one ഈസ് ലക്ഷറി ഹോം, 5th one ഈസ് പ്രീമിയം ലക്ഷറി ഹോം. ഇത്രയും സ്പെസിഫിക്കേഷൻസ് കൂടാതെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസും കസ്റ്റമർ പറയുന്ന വർക്ക് ഡിസ്ക്രിപ്ഷനും വെച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്പെക്ക് കസ്റ്റമർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെക്ക് വെച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്ത് ആ എസ്റ്റിമേഷൻ കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്ത് അതിൽ ഒരുപാട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഉണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോജക്റ്റ് ലീഗൽ കോൺട്രാക്റ്റ് ഞങ്ങൾ ചെയ്യും.